ഏതെങ്കിലും സാധനത്തിൽ എന്താണ് ഉള്ളതെന്ന് എങ്ങനെ അറിയും? അതിനുവേണ്ടി നാം ചോദിക്കുന്നു, അതിലെന്താണ്, ഇതിലെന്താണ്. ഇങ്ങനെ ഹിന്ദിയിൽ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ പഠിക്കാം. അതിലെന്താണ് ഉള്ളത് അല്ലെങ്കിൽ ഇതിൽ എന്താണുള്ളത് എങ്ങനെ ഹിന്ദിയിൽ പറയാൻ അല്ലെങ്കിൽ ചോദിക്കുവാൻ കഴിയും? മനുഷ്യനിലാകാം, വസ്തുക്കളിലാകാം, സ്ഥലങ്ങളിലൊക്കെ ആകാം. മനുഷ്യന് മനുഷ്യ, സ്ഥലത്തിന് ജഗ, സാധനങ്ങൾക്ക് മനുഷ്യന് മനുഷ്യ, സ്ഥലത്തിന് ജഗ, സാധനങ്ങൾക്കൊക്കെ സാമാൻ, വസ്തു, ചീജ് എന്നൊക്കെയും പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെയും എന്താണ് എന്ന് ചോദിച്ചറിയുമ്പോൾ നാം എങ്ങനെ ചോദിക്കുന്നു? ആ ചോദ്യ രീതി എങ്ങനെയാണ്? അല്ലെങ്കിൽ അതിലുണ്ട്, ഇതിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉത്തരമായി പറയുമ്പോഴും എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? അത് ഹിന്ദിയിൽ. അത് നാം അറിയാൻ പോവുകയാണ്. പുറത്തു പോയിട്ട് പമ്മി വീട്ടിൽ കയറി വന്ന ചേട്ടനോട് അനുജൻ ചോദിക്കുകയാണ്, കൊച്ചാട്ട ആ കൂടിൽ എന്താണ്? ഒരു കൂടും തൂക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ കൂടിൽ എന്താണെന്ന് അറിയാൻ ചോദിക്കുന്നു. കൂടിന് അല്ല, സഞ്ചിക്ക് ആണെന്ന് വിചാരിക്കുക, സഞ്ചിയിലാണ്. അപ്പം സഞ്ചിക്ക് ജോലെ മേക്കാഹെ, ആ ജോലയിൽ, ആ സഞ്ചിയിൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കൊച്ചാട്ടൻ, ആ മൂത്തവൻ കണ്ണിങ്ങനെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അകത്തുണ്ടോ എന്ന്. അന്തർമേ മത്ലബ് ഗർമേ ഹേ ക്യാ എന്ന് ചോദിച്ചു. അച്ഛനെ പേടി, അച്ഛനുണ്ടോ എന്നാണ് ചോദിച്ചത്. വീട്ടിൽ അകത്ത് അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അനുജൻ പറഞ്ഞു, അതിലെന്താണ്, ആ സഞ്ചിയിൽ എന്താണെന്ന് പറയാമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊരു പൂച്ചക്കുട്ടിയാണെന്ന്. അപ്പോൾ അനുജൻ പറഞ്ഞു, പൂച്ചക്കുട്ടിയോ? അതിനെന്തിനാ ഇത്രയും പേടിക്കുന്നത്? ചിലരുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളൊക്കെ വേണ്ടാത്തടത്തൊക്കെ പേടിക്കുമ്പോൾ നല്ല ധൈര്യമുള്ളവരൊക്കെ പറയും, പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇതിലെന്താ, ഇതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? അപ്പോൾ ഇസ്മേ ഡർനെ കി കോൻസി ബാത്ത്, ക്യോ ഇസ്മേ ഡർ റാ ഹൈ എന്ന് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛന് വഴക്കു പറയും, നിന്റെ കൊച്ചിലെ, ചെറുപ്പത്തിൽ. അപ്പൊ ബച്പൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ. ബച്പൻ മേ കോഷിഷ് കിയാ താ തബ് പപ്പാ ने मुझे डांटा क्योंकि पप्पा को पसंद പട്ടിയല്ല കുത്തയാ. നിന്റെ ചെറുപ്പത്തിൽ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോ അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞു. അച്ഛൻ ഇഷ്ടം പട്ടിയെയാണ്. അപ്പൊ പട്ടിക്ക് കുത്ത എന്നും പൂച്ചയ്ക്ക് ബില്ലി എന്നും ഒക്കെയാണ് പറയുന്നത് ഹിന്ദി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വരുന്നു. അപ്പോൾ അച്ഛൻ അത് കണ്ടിട്ട് ചോദിച്ചു, എന്താടാ അവിടെ ഒരു കുശുകുശുപ്പ് എന്ന്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല, നിന്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. ആക്കി എങ്ങനെയെങ്കിലും ഇതിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്, അച്ഛൻ അറിയാതെ. അപ്പോൾ ഇങ്ങനെ ഇവരെ കുശുകുശുക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് അച്ഛൻ കയറി വരുന്നു. അച്ഛൻ അത് അവിടെ കണ്ടു. എന്താടാ അവിടെ ഒരു കുശുകുശുപ്പ് എന്ന് ചോദിച്ചു. അപ്പം മൂത്ത ഒരു വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ചോദിച്ചു, എന്താടാ കയ്യിൽ? അപ്പൊ പറഞ്ഞു, കയ്യിലൊന്നുമില്ല. സഞ്ചിയിൽ എന്താണെന്ന് ചോദിച്ചു. ജോലേമേക്ക, ആദ്യം ചോദിച്ചു ഹാത്തുമേക്ക, പിന്നെ ചോദിച്ചു സഞ്ചിയിൽ എന്താണ് എന്ന്. അപ്പോൾ പറയേണ്ടി വന്നു എന്താണെന്നുള്ളത്. ഇളയവൻ പറഞ്ഞു, അതിൽ അച്ഛ പൂച്ചയാ, ഉസ്മേ ബില്ലിക്ക് പില്ല ഹൈ, ബില്ലിക്ക് ബച്ച ഹൈ. ഇതിനെയും കൊണ്ട് ഇപ്പൊ വന്നു, ഇവിടെ വളർത്താൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങ് പോവുകയും ചെയ്തു, നിസ്സാരമാക്കി എടുത്തു. അപ്പോൾ ഒരു സാധനം എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വസ്തുവായിരിക്കാം, ഒരു ജീവജന്തുവായിരിക്കാം, അപ്പോൾ അതിൽ എന്ത്, ഇതിലെന്ത്, കൂടിലെന്ത്, അല്ലെങ്കിൽ ബാഗിൽ എന്താണ്, സഞ്ചിയിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ മേ ചേർത്ത്, ഹിന്ദിയിലെ മേ ചേർത്ത് നാം ചോദിച്ചറിയാൻ പറ്റും. പറയാനും ചോദിക്കാനും പറ്റും. മറ്റൊരു സാഹചര്യം കൂടെ പറയാം. കൂട്ടം തെറ്റി കണ്ടത്തിൽ ചെറിയ വെള്ളത്തിൽ വീണുപോയ ഒരു കുരങ്ങനെ രണ്ടുപേര് കൂടി രക്ഷിച്ച് ഒരു സഞ്ചിയിലാക്കി കൊണ്ടുപോകുമ്പോൾ അതുവഴി ഒരു കൈനോട്ടക്കാരൻ വന്നു. ഒരു നീട്ടിവിളി കേട്ടപ്പോൾ അവിടെ ഈ കണ്ടുകൊണ്ടിരുന്ന പിള്ളേർ നോക്കിയപ്പോൾ ഒരു കൈനോട്ടക്കാരൻ വരുന്നു. അപ്പോൾ അവരതിനെ കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ
അയാൾ ആ പിള്ളേരോട് ചോദിക്കാണ്, എടാ പിള്ളേരെ, അവന്മാരുടെ കയ്യിൽ എന്താണെന്ന്. അപ്പോൾ ഈ ചാടിക്കയറി ഉത്തരം പറയുന്ന ഒരു ചെറുക്കനുണ്ട്, ചോദിക്കുന്ന ഒരു ചെറുക്കനുണ്ട്. അവൻ ചോദിച്ചു, അങ്കിൾ കൈനോട്ടക്കാരനല്ലേ? എടാ അവന്മാരുടെ സഞ്ചിയല്ലേ തൂക്കിക്കൊണ്ടുവന്ന്, അതിലെന്തെന്നാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മെച്ചമാണെന്ന് കാണിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അണ്ണ അതിനകത്ത് കുരങ്ങന്റെ കുഞ്ഞ എന്ന് പറഞ്ഞു. ആ കുരങ്ങൻ കുഞ്ഞിനെ അവർ കൊണ്ടുപോവാ ഫാമിലി വിടാനായിട്ട്. അപ്പൊ അയാൾ ചോദിച്ചു, എവിടാടാ ഇതിനൊക്കെ ഫാമിലി ഉള്ളത്? കാരണം വനത്തിലും മരത്തിലും ഒക്കെ അല്ലേ ഇതൊക്കെ കിടക്കുന്നതും നടക്കുന്നതും കളിക്കുന്നതും കഴിക്കുന്നതും എല്ലാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരുമെന്നല്ല ഉള്ളൂ. അപ്പോൾ വനത്തിലും മരത്തിലും, മരത്തിന് ജംഗൽ, ജാഡ് ജഡൂലെന്ന് പറയും, ഈ വള്ളികളൊക്കെ കൂടി പിടിച്ച് കിടക്കുന്ന ചെറിയ കാടുകളൊക്കെ. മരത്തിലും വനത്തിലും, വനത്തിന് ജംഗൽ, മരത്തിന് പേട് പോത, ചെറിയതും വലുതുമായ മരങ്ങളൊക്കെ കൂടി ഇടചേർന്ന് ഉള്ളിടത്ത് അതിന് പേട് പോത എന്നൊക്കെ പറയും. അപ്പോൾ മരത്തിൽ, വനത്തിൽ, ജംഗൽമേ ബന്ദർ ഹേ, വനത്തിൽ കുരങ്ങനുണ്ട്. കുരങ്ങൻ വനത്തിലുണ്ടെന്ന് പറയുന്ന രീതിയിലും അങ്ങനെ തന്നെയാണ്. ബന്ദർ ജംഗൽമേ ഹേ, അപ്പോൾ ജംഗൽമേ വനത്തിൽ, ആകാശത്തിൽ പക്ഷികളുണ്ട്. ആസ്മാൻമേ ചിടിയാ ഹേ, അപ്പോൾ ആസ്മാൻ എന്ന് പറയുന്നത് കൊണ്ട് ആകാശം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ചിലപ്പോൾ എയും ബിയും ഒക്കെ ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല, ഒരു ശൂന്യമായ സ്ഥലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ശൂന്യമായ സ്ഥലമാണ് എന്നുള്ള അർത്ഥത്തിലും ആകാശം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആകാശത്തിൽ പക്ഷികൾ ഇല്ലെങ്കിലും വനത്തിൽ കുരങ്ങന്മാർ മാത്രമല്ലല്ലോ, മറ്റു മൃഗങ്ങളും ഉണ്ടല്ലോ. മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടല്ലോ വനത്തിലും. വെള്ളത്തിൽ മീനുമുണ്ട്. അപ്പോൾ പാനീമേ മച്ചലി ഹേ, ആസ്മാൻ മേ ചിടിയാ ഹേ, പക്ഷി ഹേ, और जंगल में जानवर है. എന്തിനേറെ പറയണം, നമ്മൾ പോലും ആ പാരമ്പര്യത്തിലൂടെയൊക്കെ വളർന്നു വന്നവരായിട്ടല്ലേ കരുതപ്പെടുന്നത്. അപ്പോൾ എന്തിലെങ്കിലും, അത് വനത്തിലായിക്കോട്ടെ, കൂടിലായിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിലായിക്കോട്ടെ, ആകാശത്തിലൊക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെയും ഇൽ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഹിന്ദിയിലെ മേ ഉപയോഗിച്ച് നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറുക്കനായത് ഇച്ചിരി ഒരു മര്യാദ കാണിച്ചു. കാര്യം ഇത്രയൊക്കെ ചോദിച്ച ആളല്ലേ, സംസാരിച്ചതല്ലേ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബൈ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ബൈ ചേട്ടാ എന്ന് പറഞ്ഞ ഇവൻ കൊള്ളാം, ഇവന്റെ അകത്ത് ഇവന് നല്ലൊരു കാഴ്ചപ്പാടുള്ളവനാണെന്ന് പറഞ്ഞു. അപ്പം അത് ഹിന്ദി പറയുന്ന രീതി എന്ന് പറയുമ്പോൾ ഇസ്മേ കൊയ് ഖാസ് ബാത്ത് ഹേ, അയാളെ പെട്ടെന്ന് ഒരു ആഴ്ചക്ക് എന്തോ മനസ്സിലാക്കിയിട്ട് അവന്റെ അകത്തൊരു നല്ല ചിന്താഗതി ഉള്ളവനാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയത്തില്ല. ഒരു ബൈ കേട്ടതിന്റെ സന്തോഷം കൊണ്ടൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഒരാളെ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടാൽ അവരുടെ അകത്ത് എന്തായിരിക്കണം, മനസ്സിലെന്താ, ഹൃദയത്തിൽ എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റും. അപ്പൊ അവിടെ നമ്മൾ അല്പം ശ്രദ്ധിക്കുക, കാര്യം വിലയിരുത്തുമ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ഹൃദയമേ, മനസ്സിൽ, മന്മേ, ഇൻസാനിൽ, മനുഷ്യനിൽ. അപ്പോൾ വസ്തുക്കളിലാകാം, സ്ഥലങ്ങളിലാകാം, ജീവജാലങ്ങളാകാം, എന്തെങ്കിലും സാധനത്തിലാകാം, അപ്പോഴൊക്കെയും മേ ചേർത്ത് നാം പറയുന്നു. കുരങ്ങന് ബന്ദർ, സഞ്ചിക്ക് ജോല, പിള്ളാർക്ക് ബെച്ച്, കൈനോട്ടക്കാരന് ഹാത്ത് ദേഖ്നെ വാല, ഹാത്ത് ദേഖെ ബോൽനെ വാല, പല വിധത്തിൽ പറയുന്നുണ്ട്. ഫാമിലി മേ, കുടുംബത്തിൽ, പരിവാർ മേ, ഘർ മേ, വീട്ടിൽ, മുറിയിൽ, കമരമേ, മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യോക്കെ ബീച്ചുമേ, മൃഗങ്ങളുടെ ഇടയിൽ, ജാനുറോക്കെ ബീച്ചുമേ, പക്ഷികളുടെ ഇടയിൽ, പക്ഷിയൊക്കെ ബീച്ചുമേ, ചിടിയൊക്കെ ബീച്ചുമേ, ചെറിയ കിളികൾക്കൊക്കെ ചിടിയ, ബടെ പക്ഷി. 4 പേരുടെ ഇടയിൽ, 4 ലോകോക്കെ ബീച്ചുമേ, 2 രാസ്തേക്കെ ബീച്ചുമേ, 2 വഴിയുടെ ഇടയിൽ, ബീച്ചുമേ ഇടയിൽ, മധ്യഭാഗത്തിൽ. പോക്കറ്റിൽ എന്തുണ്ട്, ജേബുമേ ക്യാ ഹേ, കയ്യിൽ എന്തുണ്ട്, ഹാത്തുമേ ക്യാ ഹേ, വായിൽ എന്തുണ്ട്, മൂമേ ക്യാ ഹേ, ദിൽമേ എന്തുണ്ട്, ഹൃദയത്തിൽ ക്യാ ഹേ. തിരിച്ചും മറിച്ചും പറഞ്ഞാൽ നമുക്കത് മനസ്സിലായിരിക്കണം.
നമ്മളൊക്കെ ഉണ്ടായ സമയം അല്ലെങ്കിൽ ജനിച്ച സമയത്തെക്കുറിച്ച് പറയുമ്പോൾ 2025 में 2025 2000 में 2000 2015 में 2015 അങ്ങനെയൊക്കെ പറയുമ്പോഴും മേയുടെ പ്രയോഗമുണ്ട്. 2000 में 2015 में 2025 में സമയത്തെ കാണിക്കുമ്പോൾ, ഒരു സമയത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയസീമയോടുകൂടി പറയുമ്പോൾ മേ പറയുന്നു. അങ്ങനെ അതിൽ, ഇതിൽ, അവനിൽ, ഇവനിൽ, ഇവരിൽ, ഞങ്ങളിൽ, നിങ്ങളിൽ എന്നൊക്കെ പറയുമ്പോഴും മേയുടെ ഉച്ചാരണത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. ഉസ്മേ, ഇസ്മേ, തുമ്മേ, ഹമ്മേ, ആവ്മേ എക്സെട്ര.